പ്രിയപ്പെട്ട സുഹൃത്ത്, അമൃതം മമ പൈതൃകം എന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നമ്മൾ എന്താണ് ഹിന്ദു എന്ന് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹിന്ദുത്വം എന്താണ്? കേൾക്കാനില്ലേ? കേൾക്കാനില്ലേ? ഇപ്പൊ കേൾക്കാം അല്ലേ? കേൾക്കാം, കുറച്ചുകൂടെ സ്പഷ്ടമായിട്ട് കേൾക്കുന്നില്ലേ? ആ, അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് ഹിന്ദു എന്ന് പറയുന്നത്? എന്താണ് നമ്മൾ ഹിന്ദു രാഷ്ട്രം, ഹിന്ദു സംസ്കാരം എന്നൊക്കെ പറയുന്നത്? എന്താണ്? നമുക്കറിയാം, സിന്ധു നദി സംസ്കാരം. സിന്ധു എന്ന നദി, സിന്ധു എന്ന് പറഞ്ഞാൽ നദി എന്ന് പൊതുവിൽ അർത്ഥമുണ്ട്, സമുദ്രം എന്ന അർത്ഥമുണ്ട്, സിന്ധു നദി എന്നും അർത്ഥമുണ്ട്. പൊതുവിൽ നദികളെ സിന്ധു സിന്ധു എന്ന പദം തന്നെ നദിക്കുണ്ട്. കാളിദാസനൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. പിബത്യസൗ പായയതേച്ച സിന്ധു എന്ന് പറയുന്നുണ്ട് കാളിദാസൻ അദ്ദേഹത്തിന്റെ രഘുവംശം എന്ന മഹാകാവ്യത്തില്. സമുദ്രം എന്താണ്? സിന്ധുക്കളെ, നദികളെ പാനം ചെയ്യിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സിന്ധു എന്നുള്ളതിനെ സിന്ധു നദി എന്ന് മാത്രമല്ല, എന്താണ് നദികൾ എന്ന്, സമുദ്രത്തെയും സിന്ധു എന്ന് പറയും. അപ്പൊ സമുദ്രവുമായി ബന്ധപ്പെട്ട്, നദികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സംസ്കാരമാണ് വാസ്തവത്തിൽ നമ്മുടെ സംസ്കാരം. അപ്പൊ അതില് നദികളെ പറ്റി പറയുമ്പോൾ നമ്മുടെ വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട്. എന്താണ്? ഈ നദികളാണ് നമ്മൾ സ്ഥിരമായി താമസിക്കുന്നതിന് കാരണമായി തീർന്നത് എന്ന് പറയുന്നുണ്ട്. അത് വേദത്തിൽ ഇപ്പൊ നമ്മുടെ മന്ത്രങ്ങളിൽ, പുണ്യാഹത്തിന്റെ മന്ത്രങ്ങളിൽ അത് പറയുന്നുണ്ട്. അപ്പൊ ഈശാന വാര്യാണാം ക്ഷയന്തി ചർഷണീനാം ആപോ യാചാമി ഭേഷജ. അത് നമ്മുടെ മന്ത്രങ്ങളിൽ ഒന്നാണത്. ഏതിന്റെ മന്ത്രങ്ങളിൽ? പുണ്യാഹത്തിന്റെ മന്ത്രങ്ങളിൽ ഒന്നാണ്. ഈശാന വാര്യാണ, വാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വരണീയങ്ങൾ, വരണീയങ്ങളായിട്ടുള്ള എല്ലാറ്റിൻ്റെയും അധീശത്വം വഹിക്കുന്ന ജലം. ക്ഷയന്തി ചർഷണീന, അതുപോലെ തന്നെ ചർഷണികളെ ഇല്ലാതെയാക്കുന്നത്. ചർഷണി എന്ന് പറഞ്ഞാല് ചലിക്കുന്നത് എന്നർത്ഥം അല്ലേ? ശരീരം മേ വിചർഷണം ജിഹ്വാമേ മധുമത്തമ എന്ന് നമ്മൾ പറയുന്നുണ്ട്. മേധാസൂക്തത്തില് പറയുന്നത്, എന്റെ ശരീരം വിചർഷണമായി. വിചർഷണം എന്ന് പറഞ്ഞാല് നന്നായി ചലിക്കുന്നത്, കർമ്മകുശലതയുള്ളത് ആയി തീരട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ചർഷണി എന്ന് പറഞ്ഞാൽ എന്താണ്? ചലിക്കുന്നതാണ്. ചലിക്കുന്ന അവസ്ഥയെ കുറച്ചു കൊണ്ടുവരുന്നത് നദികളാണ് എന്ന് വേദത്തിൽ പറയും അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് സ്ഥിരതാമസം ചെയ്യുന്നത്? അതിന് കാരണം എന്താണ്? അവിടെ വെള്ളം ലഭ്യമാണ്. അല്ലെങ്കിൽ പഴയ കാലത്താണെങ്കിൽ പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ കന്നുകാലികളെ മേയ്ക്കുന്നത് അവർക്ക് ജലവും അതുപോലെ തന്നെ പുല്ലും എല്ലാം സമൃദ്ധമായി ലഭിക്കുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? സ്ഥിരതാമസം ആക്കുന്നത്. അപ്പൊ അതാണ് വേദം പറയുന്നത്. അതാണ് വേദം. വേദം എന്ന് പറയുമ്പോൾ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേയുള്ള സാഹിത്യമാണ് വേദം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, വരണീയങ്ങളായിട്ടുള്ള എല്ലാം എവിടെയുണ്ട്? വെള്ളത്തിലുണ്ട്. എന്താണ് വരണീയമായിട്ടുള്ളത്? നമുക്ക് വെള്ളത്തിലുള്ള എന്താണ്? നമുക്ക് വേണ്ട ലവണങ്ങളും ഔഷധങ്ങളും ഒക്കെ വെള്ളത്തിലുണ്ട് ഇല്ലേ? വെള്ളം, നല്ല വെള്ളം. ശരിക്കും പറഞ്ഞാൽ വെള്ളം നമ്മൾ കുടിക്കേണ്ടത് ഇന്നത്തെ പോലെ മൈക്രോ ഫിൽട്രേഷൻ നടത്തിയിട്ടോ തിളപ്പിച്ചിട്ടോ അല്ല. നമ്മൾ സംരക്ഷിക്കുന്ന, നന്നായി സംരക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ നദികളെയെങ്കിൽ, അല്ലെങ്കിൽ കിണറുകളും കുളങ്ങളും ഒക്കെ നന്നായി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള വെള്ളം ആണ് നമ്മൾ കുടിക്കേണ്ടത്. അതെങ്ങനെയാണ് കുടിക്കേണ്ടത്? വസ്ത്രപൂതം ജലം പിബേ, അതിനെ തുണി കൊണ്ട് അരിക്കുക, അത്ര ചെയ്യണം. ഒരു കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട്
തുണി കൊണ്ട് അരിച്ചിട്ട് അങ്ങനെയുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ആ വെള്ളത്തിൽ ഔഷധങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മുടെ ഈ ചുറ്റുപാടും കാണുന്ന ചെടികളൊക്കെ എന്താണ്, ഔഷധങ്ങളാണ്. ഈ ഔഷധങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നുണ്ട്. നമ്മൾ പോയി സ്വീകരിക്കാതെ നമ്മളിലേക്ക് വരുന്നുണ്ട്. എന്തിലൂടെയാണ്? അത് രണ്ട് ഉപാധികളിലൂടെയാണ് വരുന്നത്. ഒന്ന് എന്താണ്? ഒന്ന് വായു. വായു ഇങ്ങനെ ഔഷധ ചെടികളെയൊക്കെ തഴുകി ഇങ്ങനെ വരുമ്പോ അതിലെന്തുണ്ട്? വായു ഗന്ധവാഹനാണ്. എല്ലാത്തിന്റെയും ഗന്ധം അത് വഹിക്കും അല്ലേ? സന്ധ്യാസമയത്ത് മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി നോക്കണ്ട, വിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അല്ലേ? അതിന്റെ ഗന്ധവും കൊണ്ട് കാറ്റ് ഇങ്ങോട്ട് വരും. അപ്പോ ഒന്നിനെ കുറിച്ചുള്ള അറിവ് മറ്റൊന്നിനെ കുറിച്ചുള്ള അറിയിപ്പാണെന്നാണ്. ഏകസംബന്ധി ജ്ഞാനം, അപരസംബന്ധി ജ്ഞാപകം. അപ്പൊ മുല്ലപ്പൂവിന്റെ ഗന്ധം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതിന്റെ മാത്രമല്ല, മാവിന്റെ പൂവിന്റെയും ഗന്ധം കൊണ്ടുവരുന്നുണ്ട്. ഗന്ധം എന്തിനൊക്കെ ഗന്ധമുണ്ടോ അതിനെയൊക്കെ വഹിക്കുന്നതാണ് ഗന്ധവാഹൻ അഥവാ വായു. അപ്പൊ ഈ ഗന്ധങ്ങളൊക്കെ എന്താണ് അല്ലെ? ഔഷധച്ചെടിയുടെ ഗന്ധം അത് ഔഷധം തന്നെയാണ് അല്ലേ? നമ്മളിലേക്ക് ചെറിയ അളവിൽ അത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് വായു. വായു ഇങ്ങനെ എല്ലാറ്റിന്റെയും ഗന്ധം. അതൊരു വിഷച്ചെടി ഉണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. കാരണം എന്താണ്? വിഷച്ചെടിയുടെ ആണെങ്കിലും വളരെ ചെറിയ അളവാണ് എന്ത് കൊണ്ടുവരുന്നത്? ഈ മാരുതൻ കൊണ്ടുവരുന്നത്. അപ്പോ അത് നമ്മൾ നല്ല വായു ശ്വസിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്? ആരോഗ്യകരമായ അവസ്ഥാവിശേഷം ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ജലവും. ജലം എല്ലാ ചെടികളിലും തട്ടി അതിന്റെ എന്താണ് പൂവിലും കായിലും തണ്ടിലും ഒക്കെ തട്ടിയിട്ടാണ് ജലം പോകുന്നത്, ഭൂമിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഭൂമിയിൽ പോയാൽ ഭൂമിയിലുള്ള ലവണങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അത് ആ വെള്ളം അതിനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാമായിട്ടാണ് വെള്ളം. അപ്പൊ എത്ര ഔഷധം നമ്മളിലേക്ക് ചെല്ലുന്നുണ്ടെന്നു. നല്ല വായു നമ്മൾ ശ്വസിക്കുമ്പോഴും നല്ല വെള്ളം കുടിക്കുമ്പോഴും ഭൂമി ദേവി നമുക്കായി കരുതിയിട്ടുള്ള ഔഷധങ്ങളാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഈ ഭൂമിയുടെ തന്നെ പ്രക്രിയകൾ ആലോചിച്ചാൽ അതന്നെ വളരെ കൂടുതൽ പറയാനുണ്ട്. നമ്മുടെ അമ്മമാര് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെയാ അത്. കുട്ടികളെ പച്ചക്കറി കഴിക്കില്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾ പച്ചക്കറി കഴിക്കില്ല. കുട്ടികളൊക്കെ എന്താണ് ഏതാണ്ട് മാംസഭുക്കളായ മട്ടാണ് കാണുന്നത് എല്ലായിടത്തും. അപ്പോ അമ്മമാരെന്ത് ചെയ്യും? കുറച്ചെങ്കിലും പച്ചക്കറി കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞുണ്ടാക്കിയിട്ട് അതിന്റെ ആ ചാറ് അല്ലെ, അതിന്റെ ആ വെള്ളം എടുത്തിട്ട് അതിലവർക്ക് കുറുക്കുകളൊക്കെ കുറുക്കിയിട്ട് കൊടുക്കും. ഇതുപോലെ തന്നെയാ പ്രകൃതിയും ചെയ്യുന്നത്. നമ്മുടെ വലിയ വൃക്ഷങ്ങളുണ്ട്. ആ വലിയ വൃക്ഷങ്ങളുടെ വേര് നമ്മൾ നോക്കും, ഒരുപാട് വലിപ്പമുള്ള വേരുണ്ടാവും. പക്ഷെ അത് നേരെ എന്ത് ചെയ്യുന്നില്ല? നേരെ ഭൂമിയുടെ അടിയിലേക്ക് അത്രയും നീളത്തിലല്ല പോകുന്നത്. എവിടെ ഭൂമിയിൽ നമുക്ക് വേണ്ട ലവണങ്ങൾ ഉണ്ടോ ആ ഘട്ടം വരെ പോകും. ഹാർഡ് മെറ്റൽസ് ഉണ്ട് ഭൂമിയുടെ അടിയിൽ, നമുക്ക് ശരീരത്തിന് കൊള്ളാത്ത എന്തുണ്ട്? ലോഹങ്ങളുണ്ട്. അതുള്ളിടത്തേക്ക് അല്ല വൃക്ഷങ്ങളുടെ വേരുകൾ പോകുന്നത്. അങ്ങനെ വരുമ്പോ എന്താണ്? അത് വളഞ്ഞുകൊണ്ട് പോവാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട ലവണങ്ങളുള്ള സ്ഥലത്താണ് എന്ത് പോകുന്നത്? വൃക്ഷങ്ങളുടെ വേര് പോകുന്നത്. അപ്പോ പ്ലാവായിക്കോട്ടെ മാവായിക്കോട്ടെ എന്താണ്? അവയുടെ ഫലങ്ങളിൽ എന്തുണ്ട്? നമുക്ക് ആവശ്യമുള്ള ലവണങ്ങൾ ഉണ്ട്. ഇനി അത് കുട്ടികൾ തിന്നുന്നില്ലെങ്കിൽ എന്താവും? അത് ഭൂമിയിൽ വീഴും. പിന്നെ മഴ പെയ്യുമ്പോ അതിലെ ലവണാംശങ്ങള് എവിടേക്ക് എത്തും? ഇവിടേക്ക് ഭൂമിയിലേക്ക് എത്തും, നമ്മുടെ ജലത്തിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഒരു അമ്മ കുട്ടികളെ കൊണ്ട് അവർക്ക് ആയുഷ്കരങ്ങളായിട്ടുള്ള ആരോഗ്യകരങ്ങളായിട്ടുള്ള ഭക്ഷണങ്ങൾ അവരെ കൊണ്ട് കഴിപ്പിക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയ എവിടെ നടക്കുന്നുണ്ട്? ഈ പ്രകൃതിയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ്? പുത്രോഹം പൃഥിവ്യാഹ നമ്മളോട് എഴുതി വെച്ചിട്ടുണ്ട്. പൃഥിവിയുടെ പുത്രരാണ് നമ്മളൊക്കെ, മകനുമാണ് മകളുമാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ രക്ഷിക്കാനായി ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അമ്മയെ പോലെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല വെള്ളം കൂടി, പിന്നെ നമ്മളത് കളയാതിരുന്നാൽ മതി. നല്ല വെള്ളമാണ് അല്ലെ? ഭൂമിയില് വിഷമയമായിട്ടുള്ള വസ്തുക്കൾ ഇട്ട് കത്തിക്കുകയും മറ്റും ചെയ്താൽ വായുവും മലിനമാകും, ജലവും മലിനമാകും. ഇത് രണ്ടും നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ ആയുഷ്കരമാണ്, ആരോഗ്യകരമാണ് നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക്. അതാണ് ആ മന്ത്രത്തിൽ പറയുന്നത്, ഈശാന വാര്യാണാം. വാര്യൻ
എന്ന് പറഞ്ഞാൽ എന്താണ്? വരണീയങ്ങളായിട്ടുള്ള, വരണീയം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീകരിക്കത്തക്കത്, നമുക്ക് സ്പൃഹണീയങ്ങളായിട്ടുള്ള എല്ലാറ്റിനെയും ലവണങ്ങളെയൊക്കെ വഹിക്കുന്നതാണ് ജലം. നല്ല വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? ലാവണ്യം ഉണ്ടാകും. ലാവണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലവണങ്ങളൊക്കെ ശരീരത്തിൽ വേണ്ട ലവണങ്ങളൊക്കെ വേണ്ട അളവിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഒരു മിനുമിനുപ്പാണ് എന്ത്? ലാവണ്യം എന്ന് പറയുന്നത്. അല്ലാതെ ലാവണ്യം എന്തല്ല. ലാവണ്യം നമ്മൾ വിചാരിക്കുന്ന അഴകല്ല ലാവണ്യം. ലവണം സ്വാഭാവികമായ ഒരു മിനുമിനുപ്പ് ശരീരത്തിനുണ്ടാവില്ലേ? അല്ലെങ്കിൽ എന്താണ്? വേണ്ട ലവണങ്ങളില്ലെങ്കിൽ എന്താണ്? ഡോക്ടറെ സമീപിക്കുന്ന ഡോക്ടർ പറയും ഇന്ന കുറവുണ്ടോ, എനിക്ക് അയണ് കുറവുണ്ട്, അല്ലേ? അല്ലെങ്കിൽ മഗ്നീഷ്യം കുറവുണ്ട്, ഇങ്ങനെ പലതും കുറവുണ്ട്. കുറവുണ്ടാകുമ്പോ എന്താണ്? നമുക്ക് പല അസുഖങ്ങളും വരും. ഇതിപ്പോ ആളുകള് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നത് വളരെ പതിവായിരിക്കുന്നു ഇപ്പോ, അല്ലേ? ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നത് വളരെ പതിവായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ തൊടുപുഴ ഉപാസനയിലെ അവിടെ ഒരു പരിപാടി, അവിടെ ജൂബിലിയായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടി നടക്കുന്നതിന്റെ ഉദ്ഘാടനത്തിന്റെ ഒരു ഫോട്ടോ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതില് അതാണ് ഉദ്ഘാടനം കുര്യാസ് എന്താണ് കുമ്പളക്കുഴി ഉദ്ഘാടനം ചെയ്യുന്നു. അടുത്ത് നിൽക്കുന്നുണ്ട് അവിടുത്തെ അച്ഛൻ നിൽക്കുന്നുണ്ട്, ജോൺ മുൾട്ടേറ്റ് നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരു ഫോൺ വരുന്നത്. ആ ഫോൺ വന്നു, ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോ പറയാം മുൾട്ടേറ്റ് സാർ മരിച്ചു കേട്ടോ. പത്രത്തിൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം മരിച്ചു എന്നുള്ള സന്ദേശം കിട്ടി. അപ്പോ നമുക്കറിയാം, നമ്മളൊക്കെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തുന്ന ആളുകളാണ് അധികവും ഇന്ന് കേരളത്തിൽ. 40 വയസ്സ് കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഷുഗർ നോക്കിയിട്ടുണ്ടാവും, പ്രഷർ നോക്കിയിട്ടുണ്ടാവും, കൊളസ്ട്രോൾ നോക്കിയിട്ടുണ്ടാവും, ഇതൊക്കെ നോക്കിയിട്ടുണ്ടാവും. എന്നിട്ടും എന്താണ് നമുക്ക് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്? അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഒരു രജിസ്ട്രാറിനായിരുന്നു ഡോക്ടർ ബി പ്രകാശ് കുമാർ. അപ്പൊ അദ്ദേഹത്തിന്റെ തീസിസ് എന്താണ് ഞാനൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ തീസിസ് തിരുവനന്തപുരത്ത് ശ്രീചിത്ര ഹോസ്പിറ്റലിലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഡോക്ടർമാരുടെയും റിസർച്ച് സ്കോളേഴ്സിന്റെ ഒക്കെ മുമ്പിലാണിത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് തീസിസ്? അപ്പൊ അദ്ദേഹം അതിനെ പറ്റി ഒരു മെഡിക്കൽ ടേംസിലൊരു പറഞ്ഞു. ഞാൻ പറഞ്ഞു, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞതാ എന്താണ് ഈ തീസിസ് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മഗ്നീഷ്യം ഡെഫിഷ്യൻസി ആൻഡ് വൾനറബിലിറ്റി ഓഫ് കാർഡിയക് മസിൽസ്. മഗ്നീഷ്യത്തിന്റെ കുറവ് കൊണ്ട് ഹൃദയത്തിന്റെ ഭിത്തികൾക്കുണ്ടാകുന്ന ദൗർബല്യം ഇതാണ്. അപ്പൊ ഇതാരും നോക്കാറില്ല. എല്ലാവരും കൊളസ്ട്രോൾ നോക്കുമെങ്കിലും ശരീരത്തിൽ വേണ്ട മൂലകങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും നോക്കാറില്ല. ലവണങ്ങൾ ഉണ്ടോ എന്ന്. അപ്പൊ ഈ ലവണങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നദികൾ പ്രവഹിക്കുന്നത്. അങ്ങനെയുള്ള നദികൾ ചർഷണികളെ വാരയന്തീസ് ചർഷണീനാം. ചർഷണികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ആളുകളെ, അല്ലെ? ചർഷണം എന്ന് പറഞ്ഞാൽ ഇളകുന്നതെന്ന് അർത്ഥം. ശരീരം മേ വിചർഷണം എന്ന് നമ്മൾ മേധാസൂക്തത്തിൽ പറയുമ്പോ എന്റെ ശരീരം വിചർഷണമാകട്ടെ, അതായത് കർമ്മകുശലമാകട്ടെ, ചലിപ്പിക്കുവാൻ ശക്തിയുള്ളതായി തീരട്ടെ എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അപ്പോ ആ ചർഷണികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിക്കുന്നവർ, അലഞ്ഞു നടക്കുന്നവരെ നിർത്തുന്നത് എന്താണ്? നദികളാണ്, അല്ലെ? ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് ചെന്നാൽ ഇവിടെ താമസിക്കാൻ പറ്റുമോ നോക്കുക. ആദ്യം തന്നെ എന്താണ് നോക്കുക? വെള്ളം നമുക്ക് കിട്ടുമോ എന്നാണ്. അത് നേരെ ഒന്നുപോലെ നദി അല്ലെങ്കിൽ കിണറ്, ഇനി ഇതൊന്നും അല്ലെങ്കിലും പൈപ്പിലൂടെയെങ്കിലും വെള്ളം എത്തിക്കാൻ പറ്റും. വെള്ളം കിട്ടുമെങ്കിലേ നമ്മൾ താമസിക്കും. അപ്പോ അങ്ങനെയുള്ള നദികളോട് നമുക്ക് എല്ലാ വരണീയങ്ങളായിട്ടുള്ള സ്പൃഹണീയങ്ങളായിട്ടുള്ള ലവണങ്ങളെ കൊണ്ട് പ്രവഹിക്കുന്നതും ഔഷധങ്ങളെ കൊണ്ട് പ്രവഹിക്കുന്നതും അലഞ്ഞു നടക്കുന്ന ആളുകളുടെ അലഞ്ഞു നടപ്പ് നിർത്തുന്നതിന്റെ കാരണക്കാരികളായിട്ടുള്ളതും ആയ നദികൾ, അവയുടെ ജലങ്ങളോട് ആപോ യാചാമി ഭേഷജം, അവയോട് ഞാൻ ഔഷധത്തെ ചോദിക്കുന്നു എന്ന് പറയുന്ന ഒരു മന്ത്രം നമ്മുടെ പുണ്യാഹത്തിന്റെ മന്ത്രങ്ങളിൽ ഉണ്ട്. പിന്നെ ഈ വെള്ളത്തിന്റെ ഗുണങ്ങളൊക്കെ തോന്നാം. അപ്പൊ അങ്ങനെയുള്ള ആ നദികളെ ദേവതകളായി കണ്ടുകൊണ്ടാണ് നമ്മുടെ ആളുകൾ അതിന്റെ തീരങ്ങളിൽ സ്ഥിരതാമസം ആക്കിയത്. അങ്ങനെ അവിടെ രൂപപ്പെട്ട ആ സംസ്കാരമാണ് എന്ത് സംസ്കാരം? സിന്ധു നദീതട സംസ്കാരം. ഈ സിന്ധു എന്ന പദമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ഹിന്ദു എന്നായിട്ട് മാറുന്നത്.
ഹിന്ദു എന്നായി മാറിയപ്പോൾ അതിന് വേറെ ഒരു അർത്ഥവും കൂടെ വന്നു ചേർന്നു. ഈ ഭവഭൂതി എന്ന് പറഞ്ഞിട്ടൊരു കവിയുണ്ട്, ഒരു വിപ്ലവ കവിയ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഉത്തരരാമചരിതം എന്ന് പറഞ്ഞിട്ടൊരു നാടകം എഴുതിയിട്ടുണ്ട്. അതിലാണ് അദ്ദേഹം ആരാണെന്ന് പറയുന്നത്, ഒരു വിപ്ലവകാരിയാണെന്ന് പറയുന്നത്. കാരണം അതുവരെയുള്ള നാടകങ്ങളിലൊക്കെ എന്താണ്, ഏക ഏവ ഭവേദംഗി ശൃംഗാരോ വീരയേവ. നാടകത്തിൽ എന്തായിരിക്കണം, ഒന്നുകിൽ ശൃംഗാരമാകണം രസം, അല്ലെങ്കിൽ എന്താകണം, വീരമാകണം രസം എന്നാണ് നാടകത്തിന്റെ നിയമം. അതുവരെ അങ്ങനെയാണ്. അപ്പൊ ശൃംഗാരം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള മൂരി ശൃംഗാരമല്ല. പിന്നെ എന്ത് ശൃംഗാരമാണ്? അതതിന്റെ നല്ല പരിപക്വമായ അവസ്ഥയിലുള്ള ശൃംഗാരം. അത് നമ്മള് കൃഷ്ണനും രാധയും എന്ന് നമ്മൾ പറയുമ്പോ അതിലെന്തില്ല, അതിൽ അസ്പൃഹണീയമായിട്ടൊന്നും അതിലില്ല. അത് നമ്മൾ ഭാഗവതത്തിൽ നോക്കിയാലും കൃഷ്ണന്റെ എന്താണ് രാസക്രീഡയെ പറ്റിയിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ടെങ്കിലും അതിലെന്തില്ല, അതിൽ സ്പൃഹണീയമായിട്ട് അസ്പൃഹണീയമായിട്ട് യാതൊന്നും തന്നെ അതിലില്ല. കാരണം എന്താണ്, ഭഗവാന്റെ ശരീരം എങ്ങനെയുള്ളതാണ് നാരായണീയം വായിച്ചുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാം. സത്വം യത്ത പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർ ഭൂതേന്ദ്രിയൈസ്തേ ഉപരിതി ബഹുശ്രൂയതേ വ്യാസവാക്യം തത് സ്വച്ഛത്വാ യദാച്ഛാദിത പരസുഖ ചിദ്ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യാരമന്തി ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേതേ. അങ്ങനെയുള്ള വിഗ്രഹമാണ്, ശരീരമാണ്. സത്വം മാത്രമാണ് അതിലുള്ളത്, വേറെ ഏതില്ല. പരാഭ്യാം അപരികലനത, മറ്റു രണ്ടിനാലും സ്പർശിക്കപ്പെടാത്ത, രജസ്സിനാലും തമസ്സിനാലും സ്പർശിക്കപ്പെടാത്ത സത്വമാണ്. അങ്ങനെയുള്ള സത്വം എന്ന് പറയുമ്പോ എന്താണ്, അതിന് ഏതൊക്കെ ഗാത്രത്തെ സ്പർശിച്ചാലും അതിൽ എന്തുണ്ടാകുന്നില്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള അസ്പൃഹണീയങ്ങളായ ഒന്നും തന്നെ അതിൽ ഉണ്ടാകുന്നില്ല. ഒരമ്മ ഒരു കുഞ്ഞിനെ എടുത്ത് ലാളിക്കുന്നു, അല്ലെ, അതിനെ ചുംബിക്കുന്നു, അതിനെ ആശ്ലേഷിക്കുന്നു. അവിടെ എന്താണ്, അവിടെ അമ്മയുടെ ശരീരത്തിന് എന്തുണ്ടാകുന്നില്ല, യാതൊരു മാറ്റവും വൈകാരികമായിട്ട് ഒന്നും തന്നെ അവിടെ ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്, അവിടെ ആ സത്വഗുണം മാത്രമാണ്, ദിവ്യമായ ഒരു അനുഭൂതി മാത്രമാണ് അതിന് ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ എന്തില്ലാത്തത്, അവിടെ അസ്പൃഹണീയമായിട്ട് യാതൊന്നും ഇല്ല. അവിടെ വായിച്ചു നോക്കുമ്പോ അറിയാം, ഭാഗവതം വായിച്ചു നോക്കുമ്പോ അറിയാം. അതില് എത്രയാണ്, 28, 29 അധ്യായങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വായിച്ചു കഴിയുമ്പോ അതെല്ലാം കഴിയുമ്പോ എന്താണ്, ഒരു സ്വപ്നം പോലെയായിട്ടാണ് അത് കാണുക. കാരണം ഈ ഗോപികമാരുടെ ഒക്കെ ഭർത്താക്കന്മാർ അവരുടെ പത്നിമാരെ ആ പ്രഭാതത്തിൽ എവിടെ കണ്ടു, ഞങ്ങളുടെ അടുത്ത് തന്നെ കണ്ടു എന്നാണ്. ശരിക്കും ഒരു സ്വപ്നത്തിൻ്റെതായിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ട് നോക്കിയാൽ ഒരു സ്വപ്നം പോലെയാണ് അത് ശരിക്കും തോന്നുക. അത് ശരിക്കും വായിച്ചു നോക്കണം അതില്. അപ്പൊ അതിരിക്കട്ടെ. അപ്പൊ അപ്രകാരം ഒരു സംസ്കാരം നമുക്കുണ്ട്, അതിന് അർത്ഥം വന്നു ചേരുക. അപ്പൊ അദ്ദേഹം ഈ ബഹുഭൂതി എന്ത് പറഞ്ഞു, അതുവരെയാണ്. അപ്പൊ ശൃംഗാരം എന്നെങ്ങനെയാണ്, പവിത്രമായ ശൃംഗാരം, അല്ലെങ്കിൽ വീരം. വീരം എന്തിനു വേണ്ടിയിട്ടാണ്, അധർമ്മത്തെ ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ധർമ്മത്തിന്റെ രക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അധർമ്മത്തെ ജയിക്കുന്നതിന് വേണ്ടി. ശ്രീകൃഷ്ണനൊക്കെ പറയുന്ന പോലെ അധചേത്വം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദസ്വധർമ്മം കീർത്തിം ച ഹിത്വ പാപം അവാപ്സസി. അധർമ്മത്തെ ജയിക്കാനുള്ള സംഗ്രാമങ്ങൾ നമ്മൾ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നാടകങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ എന്താണ് വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറയുന്ന നല്ല ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് പണ്ടത്തെ സംസ്കൃത നാടകങ്ങൾ എല്ലാം തന്നെ. അപ്പൊ അതിലൊക്കെ നമ്മൾ ശാകുന്തളം എടുത്തു നോക്കിയാലും മറ്റേത് നാടകം എടുത്തു നോക്കിയാലും വൈദികങ്ങളായ ആശയങ്ങൾ അവയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ടാണ് ശൃംഗാരോ വീരയേവ എന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് ആ രീതിയിൽ അപ്പൊ എന്താണ്, ശൃംഗാരം, വീരം, ഈ രണ്ട് രസമുള്ള നാടകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭവഭൂതി ഉത്തരാമചരിതം എഴുതിയപ്പോ അദ്ദേഹം കരുണരസപ്രധാനമായിട്ട് നാടകം രചിച്ചു, ഉത്തരരാമചരിതം. ശ്രീരാമന്റെ അവസ്ഥയാണ് സീതാദേവിയെ പരിത്യജിച്ചതിന് ശേഷമുള്ള അവസ്ഥ. അപ്പൊ എന്താണ്,
അതിദയനീയമായിട്ട് ദീനദീനമായിട്ടുള്ള ഒരവസ്ഥയാണ്. അത് അദ്ദേഹം അങ്ങനെ രചിക്കുക മാത്രമല്ല പറയുകയും ചെയ്തു. ഏകോ രസ കരുണയേവ. ഒരൊറ്റ രസമേ ഉള്ളൂ. അതെന്താണ്? അത് കരുണമാണ്. അത് വിവിധ ഭാഗങ്ങളെ, പല പല രൂപങ്ങളെ അത് അവലംബിക്കും. എന്തുപോലെ? ആവർത്ത ബുദ്ഭുത തരംഗമയാൻവികാലാൻ അംഭോ യഥാ സലിലമേവഹി തത് സമസ്തം. നമ്മളൊരു നദി നോക്കിയാൽ അതിലെന്തുണ്ട്? അതിന് ആവർത്തങ്ങൾ ഉണ്ടാവും, ചുഴികൾ ഉണ്ടാവും, തിരയുണ്ടാവും, കുമിളകൾ ഉണ്ടാവും. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ജലം തന്നെയാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ഒരൊറ്റ രസമേ ഉള്ളൂ. അതെന്താണെന്നാണ് അദ്ദേഹം പറഞ്ഞത്? കരുണം. അദ്ദേഹത്തിന്റെ ഒരു വിപ്ലവകരമായ മാറ്റം. ആ കരുണവും എങ്ങനെ ഉണ്ടായിരിക്കണം? എങ്ങനെയുള്ള കരുണമാണ്? ചെറിയ കരുണമൊന്നുമല്ല. അഭി ഗ്രാവാരോദിത്യഭിദളതി വജ്രസ്യ ഹൃദയം. ഗ്രാവ, കരിങ്കല്ലും കരയും, വജ്രത്തിന്റെ ഹൃദയവും പിളരും. ആ വിധത്തിലുള്ള ദുഃഖം, കരുണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെ അതിൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ലൗകികാനാം ഹി സാധൂനാം അർത്ഥം വാക് അനുവർത്തതേ ഋഷീണാം പുനരാദ്യാനാം വാചം അർത്ഥോനുധാവതി എന്നാണ്. ലൗകികരായിട്ടുള്ള നല്ലവരായ ആളുകൾ ഒരാശയം മനസ്സിൽ കണ്ടുകൊണ്ട് ആ ആശയം പ്രകാശിപ്പിക്കുന്നതിന് പറ്റിയ പദങ്ങൾ എഴുതി. അപ്പോ ഞാൻ മനസ്സിൽ എന്ത് കാണുന്നു അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പദങ്ങളാണ്. പദം എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യം. ആശയം ശയിക്കല്ലേ, എന്റെ മനസ്സിൽ കിടക്കുകയാണ് ഒരാശയം. ആ ആശയം ജനങ്ങളിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് പാദം വേണം. ആ പാദം തന്നെ പദം. അതിനുള്ള പദങ്ങളാണ് എന്ത്? നമ്മൾ പ്രയോഗിക്കുന്ന വാക്കുകൾ. അപ്പോൾ ഈ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് പര്യാപ്തങ്ങളായ പദങ്ങളാണ് ആരുപയോഗിക്കുക? സാധാരണ മനുഷ്യരൊക്കെ ഉപയോഗിക്കുക. ലൗകികന്മാരായ സാധുക്കൾ, നല്ല മനുഷ്യൻ ഉപയോഗിക്കാം. എന്നാൽ ഋഷീണാം പുനരാദ്യാനാം വാചം അർത്ഥോ അനുധാവതി. പ്രാചീനരായിരിക്കുന്ന ഋഷിവര്യന്മാരുടെ വാക്കുകൾക്ക് അർത്ഥം വന്നു ചേരുന്നു. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ആ പറഞ്ഞതിന് അർത്ഥം വന്നു ചേരുക. അവിടെയാണ് നമ്മൾ നേരത്തെ സിന്ധു എന്ന് പറഞ്ഞ സിന്ധു എന്ന് പറഞ്ഞത് മാറി ഹിന്ദു എന്നായപ്പോൾ അതിനും അർത്ഥം വന്നു ചേർന്നു. എന്താണ് അർത്ഥം? ഹിന്ദു എന്ന പദത്തിന് വന്നു ചേർന്ന അർത്ഥം എന്താണ്? ഹിംസയാ ദൂയതേ ഇത് ഹിന്ദു. ഹിംസയാ ദൂയതേ ഇത് ഹിന്ദു. ഹിംസ അറിയാമല്ലോ. ഹിംസ കൊണ്ട് ദുഃഖിക്കുന്നവനാണ് ഹിന്ദു. ഒരു നിലയ്ക്കും എന്തിനെ പ്രോത്സാഹിപ്പിക്കില്ല? ഹിംസയെ പ്രോത്സാഹിപ്പിക്കില്ല. ഹിംസ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ആർക്കും ജീവിക്കാൻ അവകാശമുള്ളത് പോലെ മറ്റുള്ളവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. എനിക്കവിടെ ജീവിക്കാൻ അവകാശമുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല. മറ്റൊരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെ നമ്മൾ നിഗ്രഹിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഹിംസയിൽ ദുഃഖിക്കുന്നവനെയാണ് ഹിന്ദു. അപ്പൊ അതിന് അർത്ഥം സിന്ധു പോയി ഹിന്ദു എന്നായപ്പോൾ അതിനെന്തു വന്നു? അതിന് നൂതനമായ അർത്ഥതലം വന്നു ചേർന്നു. അപ്പൊ നമ്മുടെ സംസ്കാരത്തെ പ്രഖ്യാപിക്കുന്ന, ഉദ്ഘോഷിക്കുന്ന വേദങ്ങൾ നാം എടുത്തു നോക്കിയാൽ അവിടെ എന്താണ്? അവിടെ ഹിംസയില്ലാതെ അധ്വരങ്ങളാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ധ്വര എന്ന് പറഞ്ഞാൽ ഹിംസ എന്നർത്ഥം. അധ്വരം, ഹിംസയില്ലാത്ത വിധത്തിലാണ് നമ്മളോട് ജീവിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മാംസഭോജനത്തിനൊക്കെ എതിരായിട്ടുള്ള വിധികൾ നമുക്കുണ്ട്. മാംസം കഴിക്കരുതെന്നല്ല, അത് ഒഴിവാക്കിക്കൂടെ എന്നാണ്. അല്ലാണ്ട് എന്തല്ല, കഴിക്കരുതെന്നല്ല പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ ഒരു ജീവിയെ പിടിച്ചു കെട്ടുകയും അല്ലേ, അതിനെ നിഗ്രഹിക്കുകയും ചെയ്യുക, അതിന്റെ നിലവിളി, അതിന്റെ രക്തം നിലത്ത് വീഴുന്നു, അങ്ങനെയുള്ള ആകെ ശോചനീയമായ അവസ്ഥാവിശേഷം ഉള്ളത് കൊണ്ട് അതിനെ ഒഴിവാക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ആര് ചോദിക്കുന്നത്? സ്മൃതികളിലൊക്കെ ചോദിക്കുന്നത്. സ്മൃതി എന്ന് പറഞ്ഞാൽ വേദങ്ങളെ ശ്രുതികൾ എന്നാണ് പറയുന്നത്. ശ്രുതികളുടെ എന്താണ്? ശ്രുതികൾ പറയുന്ന ആചാരങ്ങൾ, അവയുടെ ധർമ്മസംഹിതകൾ,
അതിനെ ഉള്ളിൽ കണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ള നിയമങ്ങളാണ് ഇത് സ്മൃതികൾ. ശ്രുതികളെ സ്മരിക്കുക, എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിയമങ്ങൾ എഴുതിയിടുക. നമ്മുടെ ഭരണഘടന, ആ ഭരണഘടനയിൽ എന്ത് പറയുന്നു അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നിയമങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ നിയമസംഹിത മുഴുവൻ അതാണ് ഭരണഘടന. അതുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് എതിരായിട്ട് ഒരു നിയമം ആരുണ്ടാക്കിയാൽ, നമ്മുടെ പാർലമെന്റ് ഉണ്ടാക്കിയാൽ പോലും ഇത് ഭരണഘടനയ്ക്ക് എതിരാണ് എന്നൊരാൾ നമ്മുടെ സുപ്രീം കോടതിയിൽ തെളിയിക്കാമെങ്കിൽ അതിനാൽ തന്നെ ആ നിയമം എന്താക്കപ്പെടും, നിർവീര്യമാക്കപ്പെടും, നള്ളിഫൈ ചെയ്യപ്പെടും ആ നിയമം. കാരണം എന്താണ്, ഭരണഘടനയ്ക്ക് എതിരായി ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് തന്നെയാണ് ശ്രുതികൾക്കെതിരായി ഒന്നും തന്നെ എവിടെ ഉണ്ടാകാൻ പാടില്ല, സ്മൃതികളിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇല്ലതാണ്. പക്ഷെ ചിലതൊക്കെ നമ്മൾ ഇന്ന് നോക്കിയാൽ കാണാൻ പറ്റും, ശ്രുതികളുടെ താല്പര്യങ്ങൾക്ക് എതിരായി ചിലതൊക്കെ. അത് ഓരോ കാലത്ത് ഓരോരുത്തരെ എഴുതി വെച്ചിട്ടുള്ളതാണ്. അല്ലാതെ എന്തല്ല, ശ്രുതികളുടെ താല്പര്യമല്ല അത്. അതുകൊണ്ടാണ് അതിനൊക്കെ എന്താണ് ഒരു അധ്യയനത്തിന് വിധേയമാക്കേണ്ടതാണ് അതൊക്കെ. അതുകൊണ്ടാണ് എല്ലാ അർത്ഥത്തിലും സ്ത്രീകൾക്കൊക്കെ എന്താണ് സമൂഹത്തിൽ ഏറ്റവും സമുന്നതമായ സ്ഥാനം നൽകിക്കൊണ്ടുള്ള നിയമങ്ങളൊക്കെയാണ് എവിടെയുള്ളത്, സ്മൃതികളിൽ ഉള്ളത്. ഇന്ന് സ്മൃതി കത്തിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ആളുകൾ എത്തി. എന്തുകൊണ്ടാണത്, അതിൽ ഇങ്ങനെയുള്ള ഇന്റർപൊളേഷൻസ് വന്നത് കൊണ്ടും, പിന്നെ ഒന്നും കൂടി ഉണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാത്തത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അത് അങ്ങനെ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാ വിധത്തിലുമുള്ള എന്താണ് സ്ത്രീയുടെ അവകാശങ്ങളെ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ധർമ്മ നിയമ സംഹിതയാണ് സ്മൃതി, മനുസ്മൃതി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അതനുസരിച്ചിട്ടാണെങ്കിൽ വേദത്തിൽ തന്നെ പറയുന്നത് എന്താണ്, ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ ആരായിരിക്കണം എന്നാ പറയുന്നത്, രാജ്ഞി ആയിരിക്കണം. രാജ്ഞി വെറും രാജ്ഞിയല്ല, ചക്രവർത്തിനി ആയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വിവാഹ മന്ത്രങ്ങളിൽ തന്നെ അത് പറയുന്നുണ്ട്. സംരാജ്ഞി ശ്വശുരാംഭവ, സംരാജ്ഞി ശ്വശുരേ ഭവ, നനാന്തരി സംരാജ്ഞി ഭവ, സംരാജ്ഞി അതിദേവൃഷു എന്നാണ്. അപ്പോ ശ്വശുരന്റെ മുന്നിൽ അമ്മാനച്ചന്റെ മുന്നിൽ നീ ആരായിരിക്കുക, രാജ്ഞിയായിരിക്കുക. സംരാജ്ഞി ചക്രവർത്തിനി, സംരാജ്ഞി ശ്വശുരേ ഭവ, അമ്മായിയമ്മ അല്ലെ, അമ്മാനച്ചനും അമ്മായിയമ്മ അല്ലെ. പണ്ടത്തെ നമ്മുടെ മുറപ്പെണ്ണും മുറച്ചെറുക്കനുമുള്ള ആ നിയമത്തിൽ നിന്നാണ് ഇത് ഉണ്ടായത്. അമ്മാവൻ തന്നെ ആരായിട്ട് മാറുന്നു, അച്ഛനായിട്ട് മാറുന്നു. അമ്മാവന്റെ മകളെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അല്ലേ. അപ്പൊ അമ്മാവൻ തന്നെ ലോപിച്ചിട്ടാണ് എന്തായത്, അമ്മാൻ എന്നായത്. അങ്ങനെ അമ്മാനച്ഛൻ എന്നായി. അല്ലാണ്ട് അമ്മായി അച്ഛനല്ല, അമ്മാനച്ഛനാണ്. പിന്നെ എന്താണ്, അമ്മായി തന്നെ അപ്പൊ ആരായി മാറുന്നു, അമ്മയായിട്ട് മാറുന്നു. എങ്ങനെയാണ് അമ്മായിയമ്മ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ നീ ആരായിരിക്കണം, ചക്രവർത്തിനി ആയിരിക്കണം എന്നാണ്. നനാന്ത എന്ന് പറഞ്ഞാൽ നാത്തൂന്മാരുടെ മുമ്പിൽ നീ ചക്രവർത്തിനി ആയിരിക്കണം. പിന്നെന്താണ്, സമ്രാജ്ഞി അതിദേവൃഷു, ദേവരന്മാരെന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ സഹോദരൻ. എല്ലാവരുടെയും മുമ്പിൽ ആരായിരിക്കണം, രാജ്ഞിയായിരിക്കണം, ചക്രവർത്തിനി ആയിരിക്കണം. അതാണ് വിവാഹത്തിന്റെ വിവാഹം, വിശേഷണ വഹിക്കൽ. അതുകൊണ്ടാണ് വിശേഷം. മറ്റെല്ലാത്തിനേക്കാളും വിശേഷം എന്തിനുണ്ട്, വിവാഹത്തിനുണ്ട്. അതുകൊണ്ട് വിശേഷണ വഹിക്കലാണത്. കൊണ്ടുവരുന്ന ആളെക്കാളും പ്രാധാന്യം ആർക്കാണ്, കൊണ്ടുവരപ്പെടുന്ന ആൾക്കാണ് അല്ലെ. കൊണ്ടുവരുന്ന ആ വരൻ, ആ വരനേക്കാളും വീട്ടിൽ സ്ഥാനം ആർക്കാണ്, വധുവിനാണ്. ആ വരന് എവിടെയാണ്, വധുവിന് ആ വീട്ടിൽ മരണം വരെയും കഴിയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. വരന് അത്രയ്ക്കും അധികാരമില്ല. ശരിക്കും ഏതുവരെ അധികാരമുള്ളൂ, മുത്തശ്ശനാവുന്നത് വരെയൊക്കെ അധികാരമുള്ളൂ. മക്കളെ കണ്ടാൽ എന്ത് ചെയ്തോളണം, തഥാ അരണ്യം സമാശ്രയേത് ഗൃഹസ്ഥസ്തു യഥാ പശ്യേത് വലീപരിതം ആത്മനഃ അപത്യസ്യ തഥാപത്യം തഥാരണ്യം സമാശ്രയം. ഗൃഹസ്ഥൻ തന്റെ ശരീരം ജരാനരകൾ ബാധിച്ചതായി കാണുക. പിന്നെ എന്താണ്, സന്തതികളെയും കാണുക. അങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യണം, സന്ധ്യജ്യ ഗ്രാമ്യമാഹാരം. പിന്നെ ഗ്രാമ്യമായിട്ടുള്ള ആഹാരം കഴിക്കാൻ പാടില്ല. ഗ്രാമ്യമായ ആഹാരം എന്ന് പറഞ്ഞാൽ പട്ടണത്തിൽ പോയി കഴിക്കാവുന്നതല്ല. ഗ്രാമ്യമായത് എന്നുള്ളത് അല്ലാത്ത ഏതാണ്, വന്യമായ ആഹാരമേ കഴിക്കാവുന്നതാണ്. അല്ലാണ്ട് ഗ്രാമത്തിലെ കഞ്ഞിയും ചെറുപയറും ഒഴിവാക്കിയിട്ട് പട്ടണത്തിൽ പോയിട്ട് ബിരിയാണി കഴിക്കാമെന്നല്ല ഇതിന്റെ അർത്ഥം. അപ്പോ എന്താണ്,
ഗ്രാമ്യമായ ആഹാരം ഒഴിവാക്കി വന്യമായ ആഹാരമേ പിന്നെ കഴിക്കാൻ പാടുള്ളൂ, അല്ലെ? കായ്കനികളും ഒക്കെ കഴിക്കാം. സർവം ചാപി പരിച്ഛദം, എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിച്ച് മക്കളെ ഏൽപ്പിച്ചുകൊണ്ട്, ഭാര്യയെ നോക്കാൻ ആരോട് പറയണം? മക്കളോട് പറയണം, മക്കളെ അമ്മയെ നോക്കിക്കൊള്ളണം. ആ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അരണ്യം സമാശ്രയത്, കാട് കയറിക്കൊള്ളണം എന്നാണ്. ഇതിപ്പോ കാടുകളില്ല, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? വീടിന് പുറത്തായിട്ട് ഒരു ഒരു കുടിലുണ്ടാക്കി താമസിക്കാം. അല്ലെങ്കിൽ നമുക്ക് വീടിന് പുറത്ത് ഇപ്പൊ തന്നെ കുടിലുണ്ട്, നമ്മുടെ കാർ പോർച്ചുകള്, അതിലൊക്കെ ഇരിക്കാം. എന്ത് ചെയ്യാൻ പാടില്ല? കുടുംബകാര്യങ്ങളിൽ ഇടപെടാൻ അവകാശമില്ലാതെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ശരിയല്ലേ? ഒരുവിധ പ്രായമായാണ് കാര്യങ്ങളിൽ ഇടപെടുന്നില്ലെങ്കിൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും, അല്ലേ? എപ്പോഴും ആരോടാണ് യോജിച്ചു പോകാൻ പറ്റാതെ വരുന്നത്? അച്ഛനോടാണ്, വയസ്സായ അച്ഛനോടാണ്. അമ്മയുടെ അത്രയ്ക്ക് ഏറെ എന്ത് വരുന്നില്ല, എതിർപ്പ് വരുന്നില്ല. കാരണം അതുവരേക്ക് ഇങ്ങനെ എല്ലാം താനാണ് അധികാരി എന്നുള്ളത് എനിക്ക് കൊണ്ടു നടന്നിട്ടേ പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ ഒരുവിധ ആളുകൾക്കൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അല്ലാണ്ട് അദ്ദേഹത്തെ ഉപേക്ഷിക്കാനല്ല. വാസ്തവത്തിൽ അങ്ങ് ഇതുവരെയൊക്കെ നോക്കിയില്ലേ, ഇനി കുടുംബകാര്യങ്ങൾ ആരെ ഏൽപ്പിക്കുക? മക്കളെ ഏൽപ്പിക്കുക. മക്കളും അമ്മയാണെങ്കിൽ അവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നടന്നു പോകും. അപ്പോ ഒരു സെക്ലൂർഡ് ലൈഫ് എന്ന് പറയാം വീട്ടിലെ. അതൊക്കെ അവര് നോക്കട്ടെ, വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളുണ്ട്, അത് രഘു എന്ന് പറയുന്ന രാജാവാണ്. രഘു എന്ന് പറഞ്ഞ ആരാണ്? രഘുവിന്റെ മകനാണ് അജൻ, അജന്റെ മകനാണ് ദശരഥൻ, ദശരഥന്റെ മകനാണ് രാമൻ. ദശരഥന്റെ മുത്തശ്ശനാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും കൂടെ പറഞ്ഞു അങ്ങ് കാട്ടിലേക്ക് പോകരുത്, കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ശരി, പോകണ്ടെന്ന് വെച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? രാജധാനിക്ക് പുറത്ത് ഒരു ചെറിയ കുടിലുണ്ടാക്കി അവിടെ അദ്ദേഹം കഴിഞ്ഞു. വേറെ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അദ്ദേഹം അവിടെ അങ്ങനെ കഴിഞ്ഞു. അപ്പോ ആ വിധത്തിലാണ് കാളിദാസൻ ഒരു വലിയൊരു തത്വം കൂടെ പറയുന്നുണ്ട്. എന്താണ്? സമുപാസ്യത പുത്രഭോഗ്യയാ സൃഷയേവ അവികൃതേന്ദ്രിയശ്രിയ എന്ന് കാളിദാസനോട് പറഞ്ഞിട്ടുണ്ട്. അത് പലയിടത്തും പല കുഴപ്പങ്ങൾക്ക് കാരണം അതാണ് എന്ന് ഇന്ന് നമ്മൾ ലജ്ജയോടെ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. എന്താണ്? പുത്രന് അവകാശപ്പെട്ടതാണ് ആ സ്ത്രീലിംഗത്തിലെ പദമാണ്. ആ രാജൈശ്വര്യം പുത്രന് അവകാശപ്പെട്ടതാണ്. അതിനാൽ പരിചരിക്കപ്പെടുമ്പോൾ, അല്ലേ, രാജ്യത്തിന്റെ സമ്പത്തിൽ നിന്ന് തന്നെയാണ് അപ്പോ രഘു എന്ത് ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ പുത്രഭോഗ്യയായ ശ്രീയാൽ പരിചരിക്കപ്പെടുന്ന അച്ഛന് പുത്രവധുവിനാൽ പരിചരിക്കപ്പെടുമ്പോൾ ഇന്ദ്രിയക്ഷോഭങ്ങൾ ഇല്ലാതിരിക്കുന്നത് പോലെ. അതിന്റെ ഒരു ആന്തരാർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കൂ. പുത്രഭോഗ്യയായ പത്നി, പുത്രവധുവിനാൽ ശുശ്രൂഷിക്കപ്പെടുന്ന പിതാവിന് എന്തിനാകാൻ പാടില്ല? ഇന്ദ്രിയക്ഷോഭം, വികാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ചില സ്ഥലങ്ങളിലെങ്കിലും ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ആശയം മനസ്സിൽ വരാത്തത് കൊണ്ട് വൃദ്ധസദനങ്ങളിൽ പോകേണ്ട ആളുകൾ ഉണ്ടായിട്ടുണ്ട്. വൃദ്ധസദനങ്ങൾ പെരുകുന്നതിന് നമ്മൾ പലപ്പോഴും മക്കളെ കുറ്റം പറയാറുണ്ട്. പക്ഷേ ഈ ആശയം ഉൾക്കൊള്ളാത്ത ചില പിതാക്കന്മാരെങ്കിലും ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ വളരെ ലജ്ജയോടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ, ദൈനംദിന ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യം നമ്മുടെ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളിലേക്ക് എത്താത്ത കാര്യങ്ങൾ കാളിദാസനെ പോലെയുള്ള സുകവികൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? എപ്പോഴും നാടകമൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രസിദ്ധമായ ഇതിവൃത്തം ഉപയോഗിച്ച് വേണം. ഖ്യാത ഇതിവൃത്തം എന്നാണ് നാടകത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. പ്രഖ്യാതമായ ഇതിവൃത്തമായിരിക്കണം. അതെന്തിനാണ്? ഈ ധാർമ്മികത ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പൊതുവിൽ എന്താണ്? ഹിംസാരഹിതമായ, ഹിംസയില്ലാത്ത ഒരു സമൂഹം ആണ് നമ്മുടെ വേദങ്ങൾ വിഭാവനം ചെയ്യും. അതാണ് ഹിന്ദു സംസ്കാരം. ഹിംസയാ ദൂയതേ ഇത് ഹിന്ദു. ഹിംസ കൊണ്ട് ദുഃഖിക്കുന്നത്. അപ്പൊ എന്ത് പാടില്ല? ഹിംസ ഉണ്ടാകാൻ പാടില്ല. ഒരിടത്തും ഹിംസ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മള്
ചില ആളുകൾ പറയാറുണ്ട്, അപ്പൊ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അർജുനനോട് യുദ്ധം ചെയ്യൂ അർജുന എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്താണ്? ഹിംസയെ ഒഴിവാക്കുന്നതിന് അനിവാര്യമായ ഘട്ടത്തിൽ എന്ത് ചെയ്തോളണം? ഹിംസയും വേണ്ടി വരും അല്ലേ? നമ്മളിപ്പോ ഒരു രോഗം വന്നാൽ നമ്മൾ എന്തിനാ നമ്മള് ശ്രമിക്കുക? നമ്മുടെ ആ ആയുസ് പ്രാണനെ നിലനിർത്താനാണ് നമ്മൾ ശ്രമിക്കുക. ചിലപ്പോ എന്ത് വേണ്ടി വരും? ഇപ്പൊ നമുക്ക് സാർവത്രികമായിട്ട് നമ്മൾ കാണാറുണ്ട്, ചിലപ്പോ ചില അവയവങ്ങൾ നീക്കിക്കളയേണ്ടതായിട്ടും വരാറുണ്ട് ഇല്ലേ? വളരെ വ്യാപകമായിട്ട് നടത്തും, വളരെ വ്യാപകമാണ് ഇല്ലേ? ഒന്നുമില്ലെങ്കിൽ യൂട്രസ് എങ്കിലും റിമൂവ് ചെയ്യുന്ന ആവശ്യം ഇന്ന് നമുക്ക് വ്യാപകമായിട്ട് വരും. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് അത് മാറ്റിക്കളയുന്നത്? ഉദരഹ അല്ലെ? യൂട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദരഹ, ഉദരം, UTERAS, ഉദരസ് എന്നല്ലേ? യൂട്രസ് എന്ന വാക്ക് തന്നെ എന്താണ്? ഉദരഹ എന്നാണ്. UTERAS, എസ് ആണ് എന്തായിത്തീരുന്നത്? വിസർഗമായിട്ട് മാറുന്നത് ഉദരം. അപ്പൊ ആ ഉദരാണ്. അങ്ങനെ ഒരുപാട് പദങ്ങൾ സംസ്കൃതവും ഇംഗ്ലീഷും ഒരേപോലെ ആയിട്ട് വരുന്നുണ്ട്. ബാക്കിയുള്ള നമുക്ക് കണ്ടെത്താൻ പറ്റാഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു. വാഹനം, വെഹിക്കിൾ, ഡോക്ടർ, ദുഹിതൃ, ഡോക്ടർ, ദുഹിതൃ, ഇതൊക്കെയാണ് പദങ്ങൾ വരുന്നത്. അപ്പോ അത് നമ്മൾ ഏറ്റവും പാവനമായി നാം കരുതുന്ന ആ അവയവത്തെ പോലും നമുക്ക് മാറ്റേണ്ടി വരുന്നുണ്ട്. മാറ്റാൻ പാടില്ല. പക്ഷെ പ്രാണനെ തന്നെ നിലനിർത്തണമെങ്കിൽ, അത് അനിവാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് നമ്മൾ ചെയ്യുന്നു എന്ന്. അപ്പൊ അവിടെയാണ് അല്ലെ നമ്മൾ ദസ്യുക്കളെ ഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് നമ്മൾ പറയുന്നത്. ദസ്യു എന്ന് പറഞ്ഞാൽ ശത്രുവാണ്. രാജ്യത്തിന്റെ ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിനുള്ള യുദ്ധങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വേണ്ടി വരും ചിലപ്പോ അല്ലെ? നമ്മുടെ സംസ്കാരത്തെ ദുഷിപ്പിക്കുക, അതിനെ നിന്ദിക്കുക, അഥവാ ഹത്യകൾ നടത്തുക. വ്യാപകമായ ഹത്യ ഒഴിവാക്കാൻ ഒരു ഹത്യ വേണ്ടി വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? മനമില്ലാ മനസ്സോടെയാണെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ ഇങ്ങനെ ഇതുപോലെയാണ് ഒരു അവയവത്തെ നമ്മൾ മാറ്റിക്കളയുന്നത് പോലെയാണ്. അപ്പൊ അതിനാണ് രാജാക്കന്മാർ, ക്ഷത്രിയന്മാർ. ക്ഷതാത് ത്രായതേ ഇത് ക്ഷത്രിയ. ക്ഷതങ്ങളിൽ നിന്ന് ത്രാണം ചെയ്യുന്നവനാണ് ക്ഷത്രിയൻ. ക്ഷതമേൽക്കാതെ, ജനങ്ങളെ ക്ഷതമേൽക്കാതെ രക്ഷിക്കുന്ന ആളാണ് ക്ഷത്രിയൻ. അപ്പൊ അത് വേദത്തിൽ തന്നെ പറയുന്നുണ്ട്. പുരൂരവസിനോട് ഉർവശി പറയുന്നുണ്ട്. പുരൂരവസും ഉർവശിയും ഭാര്യ ഭർത്താക്കന്മാരാ. ഉർവശി ഒരു അപ്സരസാണ്. പുരൂരവസ് ഒരു സാധാരണ മനുഷ്യനായ രാജാവാണ്. ഉർവശിയെ കണ്ടപ്പോ പുരൂരവസിന് വളരെയേറെ അവളോട് ആകർഷണം തോന്നി. വിവാഹാഭ്യർത്ഥന നടത്തി. അവൾ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് വിവാഹത്തിന്റെ ചില വ്യവസ്ഥകൾ തെറ്റിച്ചപ്പോ ഉർവശി പുരൂരവസിനെ ഉപേക്ഷിച്ചു കൊണ്ടുപോയി. അപ്പോ പുരൂരവസ് അന്വേഷിച്ചു. പുരൂരവസ് ഉർവശിയെ അന്വേഷിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടന്നു. നമ്മുടെ സീതാദേവി അപഹരിക്കപ്പെട്ടപ്പോ രാമലക്ഷ്മണന്മാർ നടന്നതുപോലെ പുരൂരവസ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഉർവശിയെ കണ്ടെത്തി തിരിച്ചു വരാൻ പറഞ്ഞപ്പോ ഉർവശി വന്നില്ല. ഉർവശി വരാതിരിക്കാൻ കാരണം ഉർവശിയോടുള്ള സ്നേഹം കൊണ്ട് പുരൂരവസിന്റെ ധർമാനുഷ്ഠാനത്തിന് കോട്ടം വരുന്നു എന്ന് ഉർവശിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഉർവശി പോയത്. അല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ടൊന്നല്ല. ഉർവശി പറഞ്ഞു, അങ്ങ് പോയിട്ട് അങ്ങയുടെ യജ്ഞം ചെയ്യുക. അങ്ങയുടെ യജ്ഞം എന്താണ്? അങ്ങയുടെ യജ്ഞം രാജ്യരക്ഷയാണ്. അങ്ങയുടെ യജ്ഞം അങ്ങയുടെ പ്രജകൾക്ക് ക്ഷതങ്ങളേൽക്കാതെ രക്ഷിക്കേണ്ട ചുമതലയാണ് അങ്ങ് ആ ചുമതലയാണ് അങ്ങ് ഒഴിവാക്കിയത്. ഉർവശിയോടുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹം എപ്പോഴും ഉർവശിയോടൊപ്പമായിരുന്നു. രാജസദസ്സിൽ രാജകീയമായിട്ടുള്ള ധർമ്മകഞ്ചുകം അണിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയേണ്ടവരും ജനങ്ങളുടെ പരാതികൾ തീർക്കേണ്ടവനും ആയ രാജാവ് തന്റെ പത്നിയോടുള്ള ഇഷ്ടത്തിന്റെ ആധിക്യം കൊണ്ട് എപ്പോഴും അവളോടൊപ്പം നടന്നാൽ മതിയോ? അതുപോലെ ഇപ്പൊ എന്തായിത്തരും? രാജധർമ്മം അവിടെ നിഹനിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഉർവശി എന്ത് ചെയ്തത്? ഉർവശി ഒരു ദിവസം ഉപേക്ഷിച്ചുകൊണ്ട് പോയത് അല്ലേ? നമ്മുടെ കൈകേയി ദശരഥനെ ഉപേക്ഷിച്ചത് പോലെ അല്ലേ? കൈകേയി ദശരഥന് ഉപേക്ഷിച്ചില്ലേ? നമ്മളെപ്പോഴും രാമായണം പറയുമ്പോ ധർമ്മപത്നിയെ പരിത്യജിച്ച ശ്രീരാമനെ മാത്രമേ നമ്മൾ കുറ്റം പറയാറുള്ളൂ.
പക്ഷെ അതിന്റെ മുമ്പ് നമ്മൾ കാണേണ്ടത് എന്താണ്? ധർമാനുഷ്ഠാനത്തിന്റെ ഭാഗമായി ഒരു ചക്രവർത്തി സ്വന്തം ഭാര്യയെ പരിത്യജിക്കുന്നതിന് മുൻപ് ഒരു ഭാര്യ ആരെ ഉപേക്ഷിച്ചിരുന്നു? ഭർത്താവിനെ ഉപേക്ഷിച്ചിരുന്നു. അതാണ് ഇത് കൈകേയി ദശരഥനെ ഉപേക്ഷിച്ചത്. കാട്ടിക്കൊണ്ടുപോയി ഇവിടെ അല്ല. ദശരഥൻ പറഞ്ഞില്ലേ, രാമനില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അത് കൈകേയി എന്താണ് പറഞ്ഞത്? അതൊന്നും എനിക്ക് കേൾക്കണ്ട. അങ്ങയുടെ ധർമ്മം അനുഷ്ഠിച്ചേ പറ്റൂ എന്നില്ല. അപ്പൊ അതൊക്കെ നമ്മൾ പറയാൻ വെച്ചാൽ കുറെ അധികം അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒരുപക്ഷെ ഞാൻ അതിനെപ്പറ്റി കുറെയൊക്കെ പറഞ്ഞിട്ടുമുണ്ടാകും വേദികളിലൊക്കെ. കാരണം എന്താണ്? കൈകേയിക്ക് കൊടുത്ത വരമല്ല. ആരുടെ മുമ്പിലാണ് ഭരതനെ രാജാവാക്കാമെന്ന് പറഞ്ഞത്? കേകയ രാജാവിന്റെ മുമ്പിലാ. അല്ലാതെ കൈകേയിക്ക് കൊടുത്ത വരമല്ല എന്ത് ഭരതനെ രാജാവാക്കാമെന്നത്. വിവാഹ സമയത്ത് പറഞ്ഞ ആ വാക്കെന്താണ്? അത് കന്യാശുൽക്കമാണ്. കന്യാശുൽക്കം ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ല. അതാണ് അതിന്റെ പിന്നിലെ ധർമ്മം. അതുകൊണ്ടാണ് ആദ്യം രാമനെ രാജാവാക്കുന്നത് കേട്ടപ്പോ തുള്ളിച്ചാടിയ കൈകേയി എന്നെന്ത് ചെയ്തത്? മന്ധരയുടെ ഒരൊറ്റ ചോദ്യത്തിലാണ് നിന്നുപോയത്. പലതവണ തുള്ളിച്ചാടി. ശരി, മതി, നിന്റെ തുള്ളിച്ചാട്ടത്തെ നിർത്താം. നീ ഒരു രാജാവിന്റെ കുലത്തിൽ ജനിച്ചവളല്ലേ? നീ ഒരു ചക്രവർത്തിയുടെ കുലത്തിൽ ജനിച്ചവളല്ലേ? നീ ഇപ്പോൾ ഒരു ചക്രവർത്തിയുടെ ധർമ്മപത്നിയല്ലേ? എന്തുകൊണ്ടാണ് ഉഗ്രത്വം രാജധർമാണാം കഥം ദേവിന ബുദ്ധ്യസേ എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ് നിനക്ക് രാജധർമ്മങ്ങളുടെ ഉഗ്രത മനസ്സിലാകാതെ പോകുന്നത് എന്നാണ് മന്ധര ചോദിച്ചത്. അപ്പോഴാണ് കൈകേയിക്ക് മനസ്സിലായത് എന്താണ്? വലിയ ധർമ്മച്യുതി ഇതാ ഇവിടെ വരാൻ പോകുന്നു. കന്യാശുൽക്കം ആണ് എടുത്ത് മാറ്റാൻ പോകുന്നു. അധികാരമില്ല. ജനങ്ങൾ ഒന്നടങ്കം ദശരഥനെ കുറ്റം പറയും, ചീത്ത പറയും. അതുവരെ ദശരഥനെ കുറിച്ച് ഒരു ചീത്ത വാക്കും പറഞ്ഞിട്ടില്ലാത്ത, ദശരഥനെ കുറിച്ച് ആദരവോടെയല്ലാതെ കണ്ടിട്ടില്ലാത്ത ജനങ്ങൾ ഒന്നടങ്കം ജനങ്ങൾ ദശരഥനെ നിന്ദിക്കും. ആ അവസ്ഥയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഉഗ്രത്വം രാജധർമാണാം കഥം ദേവിന ബുദ്ധ്യസേ എന്ന് മന്ധര ചോദിച്ചപ്പോ കൈകേയിക്ക് അപ്പോൾ ക്ലിക്ക് ചെയ്ത കാര്യം. ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി കിടക്കുന്ന നിയമം അവിടെയാണ്. ശുൽക്കം, കന്യാശുൽക്കം മാറാൻ പാടില്ല, അല്ലേ? രാമൻ ശൂർപ്പണഖയെ ലക്ഷ്മണന്റെ അടുത്തേക്ക് അയച്ചു. ലക്ഷ്മണനോട് പോയി പറയൂ, വേണമെച്ചാൽ അദ്ദേഹം സ്വീകരിച്ചോട്ടെ, എനിക്ക് വിരോധമില്ല. ലക്ഷ്മണൻ പറയും, ഞാൻ ജ്യേഷ്ഠനെ പോലെ എന്താണ് ധർമ്മം അനുഷ്ഠിക്കുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് നിവൃത്തിയില്ല, പോയിക്കോളൂന്ന് അദ്ദേഹം പറഞ്ഞു, അല്ലേ? എന്തുകൊണ്ടാണ്? വീര്യശുൽക്കയാണ് സീത. വീര്യമാകുന്ന ശുൽക്കം, രാമന്റെ വീര്യമാണ് സീതയെ വിവാഹം ചെയ്യുന്നതിന് ശുൽക്കമായി അവിടെ കാണിച്ചിട്ടുള്ളത്, അല്ലെ? വീര്യശുൽക്കയാണ് സീത. രാമായണത്തിൽ എടുത്തു പറയുന്നുണ്ട്, വീര്യശുൽക്ക ആണ് എന്റെ മകൾ എന്ന്. അപ്പോൾ പുരുഷന്റെ വീര്യം, ആ വീര്യം എന്ത് ചെയ്യാൻ പാടില്ല? കണ്ണി കണ്ടവർക്ക് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ലക്ഷ്മണൻ അങ്ങനൊരു അങ്ങനൊരു വീര്യം കാണിച്ചിട്ടില്ല. രാമനാണല്ലോ വില്ലൊട്ടിച്ച് തന്നെ വീര്യം കാണിച്ചത്, ലക്ഷ്മണൻ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ലക്ഷ്മണൻ പിന്നെ എന്താണ്? ജനക മഹാരാജാവ് സംപ്രീതനായിട്ട് ലക്ഷ്മണന് കൊടുത്തതാണ് തന്റെ മകളെ, അല്ലേ? ജനകന്റെ ഔരസപുത്രി ആരാണ്? ഊർമിളയാണ്. ആ ഒരു ഊർമിളയെ ആർക്കാ കൊടുത്തത്? ലക്ഷ്മണനാണ് കൊടുത്തത്, ഭരതനല്ലോ. അപ്പോ അവിടെയാണ് അതിന്റെ നിയമം കിടക്കുന്നത്. നമുക്ക് ചീത്ത പറയാനുള്ളതല്ല രാമനെ. നമ്മളെപ്പോഴും രാമൻ ലക്ഷ്മണനും കൂടിയിട്ട് ശൂർപ്പണഖയെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചീത്ത പറയുന്നുണ്ട്. പലരും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. വിവരക്കേടിന്റെ അങ്ങേയറ്റമാണ് പറയുന്നത്, പാടില്ലായികയാണ്, അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ അവിടെ ചെയ്യുന്നത്. ഇരിക്കട്ടെ. അപ്പൊ ഇതൊക്കെ ഇതിന് വിപരീതമായ പ്രവർത്തനം ഏതും ഹിംസയാണ്. രാമൻ ശൂർപ്പണഖയെ സ്വീകരിച്ചു പോയാൽ അതെന്താണ്? സീതാദേവിക്കെതിരായ ഹിംസയാണ് അത്. ദശരഥ മഹാരാജാവ് രാമനെ അഭിഷേകം ചെയ്താൽ അതെന്താണ്? അവിടെ നൽകിയ കന്യാശുൽക്കത്തിന് എതിരായി താത്പര്യത്തെ നിഹനിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിധത്തിലുമുള്ള ഹിംസയെ അംഗീകരിക്കുന്നില്ല. അവിടെയാണ് വേദം വീണ്ടും പറയുന്നത്. എപ്പോഴും അഹിംസയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വേദം അവനെ ഞാൻ ഇതാ നശിപ്പിക്കും എന്ന് പറയുന്ന ഒരു ഭാഗം ഋഗ്വേദത്തിലുണ്ട്. അവനെ ഞാൻ
എന്താണ് നിഗ്രഹിക്കട്ടെ, അവനെ ഞാൻ കൊന്നുകളയട്ടെ എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെയുണ്ട്. എവിടെയാണത്? അത് യസ്തേ ഹന്തി പതയന്തം നിഷത്സ്നം യസ്സരീസൃപം ജാതം യസ്തേ ജിഘാംസതി തമിതോ നാശയാമസി. ഋഗ്വേദം. എന്താണ്? ഒരു ഗർഭിണിയോട് പറയാണ്, അല്ലയോ ഗർഭിണി, യസ്തേ ഹന്തി പതയന്തം നിഷത്സ്നം യസ്സരീസൃപം ജാതം യസ്തേ ജിഘാംസതി തമിതോ നാശയാമസി. അല്ലയോ ഗർഭിണി, നിന്റെ ഉദരത്തിലുള്ള ശിശു, ആ ശിശു എങ്ങനെ നിന്റെ ഉദരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ശിശു, പിതാവിന്റെ ഉദരത്തിൽ നിന്ന്, പിതാവിന്റെ ദേഹത്തിൽ നിന്ന്. ഐതരേയോപനിഷത്ത് പറയുന്നുണ്ട്, ഒരു ശിശു ആദ്യം ആയി രൂപപ്പെടുന്നത് പിതാവിന്റെ ശരീരത്തിലാണെന്നല്ല. പുരുഷേഹവാ അയം ആദിതോ ഗർഭോ ഭവതി യഥേതദ്രേതഃ എന്ന് പറയുന്നുണ്ട്. ഇതിനാണ് ആധുനിക വൈദ്യശാസ്ത്രം അത് അംഗീകരിക്കുന്നുണ്ട്, ഇല്ലേ? ഒരു കുഞ്ഞ് ഉണ്ടാകുമ്പോ അത് ആണാണോ പെണ്ണാണോ എന്ന് നിർണയിക്കുന്നതിന് നിയാമകമായിരിക്കുന്നത് ആരാണ്? അച്ഛനാണ്. ആരല്ല? അമ്മയല്ല. വൈദ്യശാസ്ത്രം അത് അംഗീകരിക്കുന്ന. അപ്പോ ആ ശിശു അച്ഛന്റെ ഉദരത്തിൽ നിന്ന് അമ്മയുടെ ഉദരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ശിശുവിനെ ആരെങ്കിലും നിഗ്രഹിക്കുന്നുവെങ്കിൽ തമിതോ നാശയാമസി, അവനെ ഇതാ ഈ അഗ്നിക്ക് മുന്നിൽ വെച്ച് അവനെ ഞാൻ നശിപ്പിക്കും. ഏറ്റവും നിസ്സഹായമായിട്ടുള്ള ശിശുവിനെ ആരെങ്കിലും നിഗ്രഹിക്കുമെങ്കിൽ അവനെ ഞാൻ നിഗ്രഹിക്കും. അപ്പോ അമ്മയുടെ ഉദരത്തിലേക്ക് വരുന്ന ശിശു പിന്നെന്താണ്? യസ്തേഹന്തി പതയന്തം നിഷത്സുനു. നിഷത്സുനു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ ചലനശേഷിയില്ലാതെ കിടക്കുന്ന ശിശു. അമ്മയുടെ ഉദരത്തിൽ ശിശു ആദ്യ മാസങ്ങളിൽ അതിനെന്തില്ല? ചലനശേഷിയൊന്നും ഇല്ല. നിഷത്സുനു. അവിടെ നിഷീദതി, അവിടെ കിടക്കും. അമ്മയുടെ ഉദരത്തിൽ ചലനശേഷിയില്ലാതെ കിടക്കുന്ന ആ ശിശു. അല്ലെങ്കിൽ സരീസൃപം. സരീസൃപം എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 3 മാസത്തിന്റെ തികവിൽ എല്ലാ അവയവങ്ങളോടും കൂടി ശിശു അമ്മയുടെ ഉദരത്തിൽ ചലിക്കാന്ന്, എന്താണ്, ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ഇഴയും അത്ര. അതുകൊണ്ടാണ് ഡോക്ടർമാർ പറയും 3 മാസമാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തിനാ? ഏതെങ്കിലും അവയവം കുറവുണ്ടെങ്കിൽ തട്ടിക്കളയാമെന്നാണ് ഡോക്ടർ പറയുന്നതിന്റെ അർത്ഥം. പക്ഷേ ഇവിടെ വേദം എന്താണ് പറയുന്നത്? അങ്ങനെ എന്താണ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ശിശുവിനെ ആയാൽ പോലും ജാതം യസ്തേ ജിഘാംസതി, അഥവാ നിന്റെ ഉള്ളിൽ നിന്ന്, നിന്റെ ഉദരത്തിൽ നിന്ന് ജാതനായ ശിശുവാണെങ്കിലും യഹാ തം ഹന്തി, ഏതൊരുവൻ അതിനെ നിഗ്രഹിക്കുമോ അഥവാ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമോ, തം ഇതോ നാശയാമസി, അവനെ ഇതാ ഈ അഗ്നിക്ക് മുന്നിൽ വെച്ച് തന്നെ അവനെ ഞാൻ നിഗ്രഹിക്കും എന്ന് പറയും. അപ്പൊ എവിടെയാണ് ഹത്യ എന്ന് പറയുന്നത്? നമ്മള് വേദത്തിൽ പറഞ്ഞ ഭഗവത്ഗീതയിൽ കണ്ടതുപോലെ തന്നെ, അല്ലെ? ഇതിനു വേണ്ടിയിട്ടാണ്, വലിയൊരു നാശത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരാളെ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ അതിൽ മടികൂടാതെ ഞാൻ ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ യസ്തേ ഹന്തി പതയന്തം നിഷത്സ്നും യസ്സരീസൃപം ജാതം യസ്തേ ജിഘാംസതി തമിതോ നാശയാമസി. എങ്ങനെയൊക്കെ ആയാൽ പോലും യസ്തേ നിദ്രയാ, നിദ്ര കൊണ്ട് നിന്നെ ഗതസംജ്ഞയാക്കിയിട്ട്, അതായത് മോഹാലസ്യപ്പെട്ട്, നിദ്ര കൊണ്ട്. ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്നില്ലേ? എന്താണ്? മയക്കുമരുന്ന് കൊടുത്തിട്ട്, അല്ലെ? ഇനി ഒരാള് എന്താണ്, നിനക്ക് മയക്കുമരുന്ന് തന്ന് നിന്നെ നിദ്രയിൽ ആഴ്ത്തിക്കൊണ്ട് ആരെങ്കിലും നിന്റെ ശിശുവിനെ നിഗ്രഹിക്കുമെങ്കിൽ അവനെ ഞാൻ എന്താണ്, ഇല്ലായ്മ ചെയ്യും, അവനെ ഞാൻ നിഗ്രഹിക്കും എന്ന് വേദം വീണ്ടും പറയാണ്. യസ്തേ ഭ്രാതാ പതിർഭൂത്വാ ജാതോ ഭൂത്വാ നിപദ്യതി ജാതം യസ്തേ ജിഘാംസതി തമിതോ നാശയാമസി. നിന്റെ ശിശുവിനെ നിഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ നിന്റെ ഭ്രാതാവായിക്കൊള്ളട്ടെ, നിന്റെ പിതാവായിക്കൊള്ളട്ടെ, നിന്റെ ഭർത്താവായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിന്റെ കാമുകനായിക്കൊള്ളട്ടെ, പ്രച്ഛന്നകാമുകൻ ആയിക്കൊള്ളട്ടെ, ആരാണെങ്കിലും അവരെ ഞാൻ നിഗ്രഹിക്കും. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ലെന്നാണ് വേദം പറയുന്നത്? ഒരു കാരണവശാലും ശിശുവിനെ നിഗ്രഹിക്കാൻ പാടില്ല. അപ്പൊ അവിടെയാണ് വേദത്തിൽ എന്താണ്, ഞാൻ നിഗ്രഹിക്കും എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ്. നിസ്സഹായനായവൻ നിഹനിക്കപ്പെടുക. ശിശുവിന് എന്ത് ചെയ്യാൻ കഴിയും? അല്ലെ? അതിന് അമ്മയുടെ ഉദരത്തിൽ വെച്ച്
കൊന്നു കളയാണെങ്കിൽ ആ ശിശുവിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഒന്നും അതിന് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഇനി അത് എന്താണ്, മുറ്റത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശിശു അതിനെ നിഗ്രഹിക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നിസ്സഹായനായി ആ വധത്തിന് വിധേയമാവുകയല്ലാതെ ആ ശിശുവിന് യാതൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എപ്പോഴും നിസ്സഹായരുടെ നേരെ എന്താണ് വാളുകൾ ഉയരുമ്പോൾ, നിസ്സഹായരുടെ നേരെ ഹത്യയ്ക്കായി ആയുധം എവിടെ ഉയരുന്നുവോ അവിടെ അവനെ ഞാൻ നിഗ്രഹിക്കും എന്നാണ് വേദം പറയുന്നത്. അത് തന്നെയാണ് ഗീതയിലും പറയുന്നത്, അല്ലേ? ഗീതയിൽ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നിന്റെ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട്, പ്രജകളെ രക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലേ? പ്രജയെ രക്ഷിക്കാത്ത ഒരു രാജാവ് ആരല്ല? രാജാവല്ല. അദ്ദേഹം എന്ത് ചെയ്തോളണം? അതിന് പറ്റില്ലെങ്കിൽ അദ്ദേഹം രാജഭാരം ഒഴിഞ്ഞ് അതിന് കഴിയുന്നവരെ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോ അവിടെ എവിടെയും സംരക്ഷണമാണ്, ഹിംസാരാഹിത്യമാണ്. ആര് പറയുന്നത്? നമ്മുടെ വേദങ്ങൾ പറയും. ഇതാണ് നമ്മുടെ സംസ്കാരം. ഇതാണ് നമ്മൾ എന്താണ് പറയുന്നത്, ഹിന്ദു എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ആദ്യം സിന്ധു നദി അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അതിനാണ് ആര് പറഞ്ഞു തരുന്നത് നമുക്ക്? ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വിപ്ലവകാരിയായ ഭവഭൂതി പറഞ്ഞു തരുന്നത്. ഋഷീണാം പുനരാദ്യാനാം വാചം അർത്ഥോ അനുധാവതി. അവരുടെ വാക്കുകളെ അർത്ഥം അനുധാവനം ചെയ്യും. അപ്പൊ ഇതാണ്, ഇതും വേദം തന്നെ ഇത് അടിവരയിട്ട് പറയുന്നുണ്ട്. വേദത്തിൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉർവശിയുടെയും പുരൂരവസിന്റെയും കാര്യം പറഞ്ഞു, അല്ലെ? പുരൂരവസ് പറഞ്ഞു, ഉർവശിയോട് പറഞ്ഞു, നീ എന്റെ കൂടെ വന്ന് താമസിക്കൂ ഉർവശി എന്ന് പറഞ്ഞു. പക്ഷെ ഉർവശി പോയില്ല. കാരണം എന്താണ്? ഉർവശിക്കറിയാം തന്റെ സാന്നിധ്യം രാജാവിന്റെ ധർമാനുഷ്ഠാനത്തിന് എന്താവും? കോട്ടം വരുത്തും. അങ്ങനെ സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഉർവശി പോയത്. അപ്പൊ അതെന്താന്ന് വെച്ചാല് ഉർവശി ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുരൂരവസിനോട്, നമുക്ക് വിവാഹം കഴിക്കുന്നതുകൊണ്ടൊന്നും വിരോധമില്ല, പക്ഷെ എന്താണ്, അങ്ങയെ ഞാൻ നമ്മുടെ ശയ്യയിൽ മാത്രമേ നഗ്നനായി കാണാൻ പാടുള്ളൂ. ശയ്യയ്ക്ക് പുറത്ത് ഞാൻ അങ്ങയെ നഗ്നനായി കണ്ടാൽ എന്താണ്, അപ്പോൾ ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോകും എന്ന് ഉർവശി പറഞ്ഞു. അത് വളരെ കാവ്യാത്മകമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഉർവശി 2 ആടുകളെ വളർത്തിയിരുന്നു. ഉണ്ടോ? നമ്മുടെ കുടുംബശ്രീ പോലെയാണ് ഉർവശി 2 ആടുകളെ വളർത്തിയിരുന്നു. അപ്പോ എന്തുണ്ടായി? ഒരു ദിവസം ദേവന്മാര് ഉർവശിയുടെ ആടുകളെ തട്ടിക്കൊണ്ടുപോകും. ദേവന്മാരാണ് തട്ടിക്കൊണ്ടുപോയത്. അപ്പൊ അതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. തട്ടിക്കൊണ്ടുപോയപ്പോ ആടുകളുടെ കരച്ചിൽ കേട്ടപ്പോഴാണ് പുരൂരവസ് പെട്ടെന്ന് ചാടി ശയ്യയിൽ നിന്ന് ചാടി ഇറങ്ങിയത്. അപ്പോഴാണ് ഉർവശി പുരൂരവസിനെ നഗ്നനായി കണ്ടത് ശയ്യയ്ക്ക് പുറത്ത്. അപ്പോൾ തന്നെ ഉർവശി പോയി. അപ്പൊ അതിന്റെ സൂചന എന്താണ്? രാജാവ് ആ സമയത്ത് അവിടെ ശയ്യയിൽ ആകാൻ പാടില്ലായിരുന്നു. അതല്ല എന്റെ അർത്ഥം. അതുകൊണ്ടാണ് രാജാവും ദേവന്മാർ ആ സമയത്ത് തട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹം എവിടെ ഇരിക്കേണ്ടതായിരുന്നു? അദ്ദേഹത്തിന്റെ ആ റോയൽ കോർട്ടിൽ ഇല്ലേ, അവിടെ ധർമ്മകഞ്ചവും പണിഞ്ഞ് ഇരിക്കേണ്ട സമയത്താണ് ഉർവശിയോടൊപ്പം ശയ്യയിൽ ആയിരുന്നത്. അത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടു. വേദത്തിന്റെ കാവ്യാത്മകതയിൽ അത് അന്തർഭവിക്കുന്നു. അപ്പൊ അതാണ് ഉർവശി പറഞ്ഞത്, അത് പറ്റില്ല, ഞാൻ ഇനി ഒരിക്കലും, അല്ലേ, ഞാൻ ഉർവശി പറയുന്നത്, പുരൂരവസ് പറയുന്നത്, എനിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാൻ തയ്യാറായിട്ട് നീ അവിടെ നിൽക്കണം എന്നാണ് പറയുന്നത്. ഉർവശി പറഞ്ഞു, കിമേതാവാച കൃണുവാവഹൈന്നു അപാക്രമം ഉഷസാമഗ്രിയേവ പുരൂരവ പുനരസ്തം പരേഹി ദുരാപന വാദൈവാഹമസ്മി. എന്തിനാണ് പുരൂരവസ് ഇനി ഞാൻ നിന്റെ വാക്ക് കേൾക്കുന്നത്? പറയാനുള്ളതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പുരൂരവസ് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ഇത്രയും കാലം ഒന്നിച്ച് താമസിച്ചെങ്കിലും എനിക്ക് നിന്നോട് പറയാനുള്ളതൊന്നും പറഞ്ഞു തീർന്നിട്ടില്ല എന്നാണ്. ഋഷി പറഞ്ഞു, ഇനി നമ്മൾ പറയുന്ന അങ്ങയുടെ വാക്ക് ഞാൻ കേൾക്കേണ്ട കാര്യമില്ല. പറഞ്ഞ വാക്ക് തന്നെ അങ്ങ് തെറ്റിച്ചിരിക്കുന്നു. ഇനി എനിക്ക് അങ്ങേക്ക് തന്നെ പ്രാപിക്കാൻ കഴിയില്ല. കഴിഞ്ഞുപോയ ഉഷസ്സുകൾ പോലെ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഉഷസ്സൊന്നും നമുക്ക് ഇനി തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഒരു പ്രഭാതവും നമുക്ക് പിടിക്കാൻ പറ്റില്ല. ഇന്നത്തെ പ്രഭാതം നമുക്ക് പിടിക്കാൻ കിട്ടില്ല. അപ്പൊ അതുപോലെ കഴിഞ്ഞുപോയ ഉഷസ്സുകൾ പോലെ ഞാൻ ദുഷ്പ്രാപയാണ്, അങ്ങേക്ക് പ്രാപിക്കാൻ കഴിയില്ല. ദുരാപന വാദയുവാഹമസ്മി. വാദം പോലെ, വാദം എന്താണ്? കാറ്റ്, വീശിപ്പോയ കാറ്റുകൾ പോലെ എന്താണ്, ഞാൻ ദുഷ്പ്രാപയാണ്. ഇനി അങ്ങേക്ക് എന്നെ പിടിക്കാൻ കഴിയുകയില്ല, അങ്ങേക്ക് എന്നെ സ്വീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ഋഷി അദ്ദേഹത്തോട് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങ് പോയിട്ട് എന്ത് ചെയ്യൂ? അങ്ങ് പോയി അങ്ങയുടെ യജ്ഞം അനുഷ്ഠിക്കുക എന്നാണ്. രാജാവിന്റെ യജ്ഞം എന്താണ്? പ്രജകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധർമ്മ്യമായ എല്ലാ പ്രവൃത്തിയും രാജാവിന്റെ യജ്ഞമാണ്.
നമ്മുടെ ഓരോ പ്രവൃത്തിയും എന്താണ്? യജ്ഞമാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന, അധ്യാപനം ചെയ്യുന്ന എന്താണ്? ബ്രഹ്മയജ്ഞമാണ്. ആ പാവനമായിട്ട്, അത്രയും പാവനമായിട്ട് വേണം എന്ത് ചെയ്യാൻ? ആ പ്രവൃത്തി ചെയ്യാൻ. അല്ലെ? കൃഷിയും കച്ചവടവും ചെയ്യുന്നവനായിക്കൊള്ളട്ടെ, അയാൾ ചെയ്യുന്നത് എന്താണ്? തന്നിൽ സവിശേഷമായ എന്താണ്? സമർപ്പണം ചെയ്യപ്പെട്ടിട്ടുള്ള, സവിശേഷമായി തന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് യജ്ഞം. പുരോഹിതനോട് പറഞ്ഞു, നീ നിന്റെ യജ്ഞം ചെയ്യുക. നിന്റെ യജ്ഞം എപ്പോൾ നിന്റെ മക്കളെ ഏൽപ്പിക്കാൻ, നമ്മുടെ മകനെ ഏൽപ്പിക്കാൻ കഴിയുമോ? സമയത്ത് ഉർവശി ഗർഭിണിയാണ്. ആ സമയത്ത് പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്റെ ഉദരത്തിൽ നിക്ഷേപിച്ച ഗർഭാഗ്നി എപ്പോഴാണ് വളർച്ച പൂർത്തിയായി അതിന്റെ അച്ഛനെ അന്വേഷിച്ചുകൊണ്ട് നിന്റെ ശ്വശ്രുവിന്റെയും ശ്വശുരന്റെയും മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുക, കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അച്ഛനെ അന്വേഷിച്ചുകൊണ്ട്. അപ്പോ എന്റെ മുന്നേക്ക് നീ അയക്കില്ല, അതുകൊണ്ടാണ് നിന്റെ അമ്മാനച്ഛന്റെയും അമ്മായിയമ്മയുടെയും മുന്നിൽ ആ ശിശു എപ്പോഴാണ് അച്ഛനെ അന്വേഷിച്ചുകൊണ്ട് വരിക എന്ന് ചോദിക്കുന്നത്. ഉർവശി പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങ് എന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച ഗർഭാഗ്നി. ഹൃദയവും ഉദരവും വ്യത്യാസമുണ്ട് അല്ലേ? ഉദരം കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഗർഭത്തെ വഹിക്കുന്നത് അല്ലേ? എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഒരമ്മ ഗർഭം പേറുന്നത് അല്ലേ? വഹിച്ചുകൊണ്ട് നടക്കുന്നത്. ആ ഹൃദയത്തിലെ ഗർഭാഗ്നി വളർച്ച പൂർത്തിയായി പുറത്തു വരുമ്പോൾ അതിന്റെ അച്ഛനെ അന്വേഷിച്ച് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അങ്ങയുടെ മുന്നിൽ വരും. അമ്മാനച്ഛന്റെ അമ്മായിമ്മയുടെ മുന്നിൽ ഒന്നല്ല, അങ്ങയുടെ അടുത്തേക്ക് തന്നെ ആ ശിശു വരും. ആ ശിശുവിനെ, അങ്ങയുടെ യജ്ഞം ആ ശിശുവിനെ ഏൽപ്പിക്കാറാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, സ്വർഗത്തിൽ നമുക്ക് ഒന്നിച്ച് കണ്ടുമുട്ടാം എന്ന് ഉർവശി അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് പുരൂരവസനോട് പറഞ്ഞു, പുരൂരവസേ എന്താണ്? നീ പോയി നിന്റെ ധർമ്മ്യമായ യുദ്ധം ചെയ്യുക. അവിടെയും എന്ത് പറയുന്നുണ്ട്? ധർമ്മ്യമായ യുദ്ധം ചെയ്യുക. കാരണം എന്താണ്? സമസ്മിൻ ജായമാന ആസതഗ്നാഹ ഉദയമവർദ്ധൻ നദ്യസ്വകൂർത്താഹ മഹേയത്വാ പുരൂരവോ രണായ അവർദ്ധയൻ യസ്യഹത്യായ ദേവാഹ. പുരൂരവസേ, നീ രാജാവായത് നിന്റെ മാത്രം ശക്തി കൊണ്ടല്ല. നീ രാജാവായിരിക്കുന്ന സമസ്മിൻ ജായമാനെ ആസത ഗ്നാഹ. ഗന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ എന്നാണ് അർത്ഥം. ഗന അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഗൈനക്കോളജിസ്റ്റുമാരൊക്കെ ഇല്ലേ? അവിടെ ഇരിക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ്. അപ്പൊ എന്താണ്? ഗനാഹ. ഗന എന്ന് പറഞ്ഞാല് ആരാണ്? സ്ത്രീ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് സ്ത്രീ രോഗങ്ങൾ എന്ന് പറയുന്നത് ഗൈനക്കോളജി എന്ന് പറയുന്നത് ഗന വാക്ക. നഗ്നൻ എന്ന പദം പറയുന്നത് അതുകൊണ്ടാ. നഗ്നാഹ, സ്ത്രീകളുണ്ട് എന്നുള്ള വിചാരം കൊണ്ടാണ് നടക്കുന്നവനെയാണ് എന്ന് പറയുന്നത് നഗ്നൻ എന്ന് പറയുന്നത്. നഗ്നൻ എന്ന് പറയുന്നത് അല്ലാണ്ട് ആരെയല്ല, ദിഗംബരനെ അല്ല. ശിവനെ ദിഗംബരൻ എന്ന് പറയുന്നുണ്ട്, പക്ഷെ നഗ്നനല്ല ആ ദിഗംബരത്വം എന്ന് പറയുന്നത്. അത് എന്താണ്? രുദ്രത്തിലൊക്കെ, ശ്രീ രുദ്രത്തിലൊക്കെ എടുത്തു നോക്കിയാൽ അതിൽ നമുക്ക് സ്പഷ്ടമായിട്ട് ആ ആശയം കാണാൻ കഴിയും. ദിക്കുകൾ തോറും വ്യാപിച്ച് കിടക്കുന്ന ശരീരത്തോട് കൂടിയവനാ. ദിക്കാണ് അമ്പരൻ. വസ്ത്രം എവിടെയാ കിടക്കുന്നത്? വസ്ത്രം ശരീരത്തോട് ചേർന്നാ കിടക്കുന്നത്. അപ്പൊ ദിഗംബരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദിക്കാകുന്ന വസ്ത്രത്തോട് കൂടിയവൻ എന്നാണ് അതിനർത്ഥം. അല്ലാണ്ട് എന്തല്ല? നഗ്നനല്ല. അത് ആ ദിഗംബരത്വം എന്ന് പറയുന്നത്. അതാണ് ശുദ്ധ സ്ഫടിക സംഘാശം ത്രിനേത്രം പഞ്ചവക്ത്രകം എന്ന് എവിടെ പറയുന്നുണ്ട്? ശ്രീ രുദ്രത്തിന്റെ ലഘുന്യാസത്തിൽ അത് പറയുന്നു. ശുദ്ധ സ്ഫടിക സംഘാശം ത്രിനേത്രം പഞ്ചവക്ത്രകം. അപ്പോ അതാണ് സ്ഫടികം പോലെയുള്ള ശരീരം കൊണ്ട് വ്യാപിച്ചു നിൽക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാം വ്യാപിച്ചു നിൽക്കുന്നു. പിന്നെ എന്താണ് നീ കാണാത്തതെന്ന് ചോദിച്ചാൽ ശുദ്ധമായ സ്ഫടികം പോലെ ആണ് അത് എന്നർത്ഥം. നല്ല സ്ഫടികം കൊണ്ടുള്ള ഒരു സ്ക്രീൻ ഇവിടെ വെച്ചാൽ വരുന്ന ആളെ നമ്മൾ പോയി മുട്ടും അല്ലേ? കാണാതെ. അതുപോലെ അപ്പോ ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. നിരവധി കാര്യങ്ങൾ അതില് പറയുന്നുണ്ട്. അപ്പോ ഗ്നാഹ പുരൂരവസേ, നീ ചക്രവർത്തിയായത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ഇംഗിതം അനുസരിച്ചാണ്. നീ ധനികനാണ്, നീ സമ്പന്നനായത് ഉദയം അവർദ്ധൻ നദ്യസ്വകൂർത്താഹ, സ്വേച്ഛയാ പ്രവഹിക്കുന്ന നദികളാണ് നിന്നെ സമ്പന്നനാക്കി തീർത്തത്. നിന്റെ രാജ്യം സമ്പന്നമാക്കി തീർത്തത്, സമ്പദ് സമൃദ്ധമാക്കി തീർത്തത്. അപ്പൊ നിന്റെ ചുമതല എന്താണ്? നീ ഇതിനൊന്നും നീ അധികാരിയല്ല. നിന്റെ അധികാരത്തിന് നീ അധികാരിയല്ല. നിന്റെ സമ്പത്തിന് നീ അധികാരിയല്ല. പിന്നെ നീ എന്തിനാണ് അധികാരി? നിന്റെ രാജ്യം ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി. മഹേയത്വാ പുരൂരവോ രണായ
മഹത്തായ രണത്തിനു വേണ്ടിയാണ് പുരൂരവസേ. അതെങ്ങനെയുള്ളതാണ്? മഹേയത്വ പുരൂരവോ രണായ അവർദ്ധയ ദസ്യുഹത്യായ, ദസ്യുക്കളെ, ശത്രുക്കളെ നിഗ്രഹിക്കുക എന്നുള്ള മഹത്തായ യജ്ഞം അനുഷ്ഠിക്കുന്നതിനാണ് നിന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്താൽ പോരാ, നീ സുഖഭോഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടന്നാൽ പോരാ. എന്റെ സാന്നിധ്യം നിന്റെ കർത്തവ്യ നിർവഹണത്തിൽ വിഘാതമായി തീരും. അതുകൊണ്ട് പുനരവസയെ നീ തിരിച്ചു പോവുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയക്കുന്ന ഉർവശിയെ നമുക്ക് വേദത്തിൽ കാണാം. നമ്മുടെ സമയം അതിക്രമിച്ചതുകൊണ്ട് നമുക്കിവിടെ നിർത്താം. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വേദങ്ങളും ഇതിഹാസങ്ങളൊക്കെ നമുക്ക് പറയാതെ പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയാണ് അതിന്റെ വാക്യാർത്ഥങ്ങൾ മാത്രം എടുത്തിട്ട് അതിനെ നിന്ദിക്കുന്ന ആളുകളുണ്ട്. അവർ ചെയ്യുന്ന വളരെ ക്രൂരമായ പ്രവൃത്തിയാണ്. അതിന്റെ താത്പര്യാർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെ, ശിവനൊക്കെ എന്താണ് നഗ്നനായി നടക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് എത്ര ഹീനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഫേസ്ബുക്കോ അതൊക്കെ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കുന്നു. വളരെ നീചമാണ് അതൊക്കെ. അങ്ങനെ മ്ലേച്ഛമായ ഒരു സംസ്കാരമല്ല നമ്മളുടേത്. അത്യന്തം ഉദാത്തമായ സർവകാല പ്രസക്തങ്ങളായിട്ടുള്ള ധർമ്മമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ആ വാക്ക് തന്നെ അതാണ്, സന എന്ന് പറഞ്ഞാൽ എല്ലാ കാലവും എന്നാണ് അർത്ഥം. ഈ തന എന്ന പ്രത്യയം ചേർത്താൽ ആ സമയത്തെ എന്നർത്ഥം. പുരാതനം, പുരാന്ന് പറഞ്ഞാൽ പണ്ട്, പുരാതനം പണ്ടത്തേത്, അധുന എന്ന് പറഞ്ഞാൽ ഇന്ന്, അധുനാതനം ഇന്നത്തേത്. അതാണ് നമ്മൾ ആധുനികൻ എന്ന് പറയുന്നത്. അദ്യതനം, അധുനാതനം, തദാനീന്തനം എന്ന് പറയുന്നത് അർത്ഥം അപ്പോഴത്തേത്. അതുപോലെയാണ് എന്ത് സനാതനം, എല്ലാ കാലത്തെയും ധർമ്മമാണ് എന്ത് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അത് ആളുകൾ പാടി നടക്കുന്നത് പോലെ എന്തല്ല, പാടി നടക്കുന്നത് പോലെ നീചമായിട്ടുള്ളതല്ല, അത്യന്തം ഉജ്ജ്വലമായ ഒരു സംസ്കാരമാണ് നമ്മളുടേത് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഈ ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകട്ടെ. എന്നെ ശ്രവിച്ചതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമസ്കാരം.